ജനാധിപത്യം പൂർണ്ണാർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ വാർത്താമാധ്യമങ്ങളുടെ സജീവമായ ഇടപെടൽ അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് പ്രസ് ക്ലബ് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം പൂർണ്ണാർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ വാർത്താമാധ്യമങ്ങളുടെ സജീവമായ ഇടപെടൽ അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് പ്രസ് ക്ലബ്ബിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുന്നതിന് സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ്ബുകൾ വാർത്താമാധ്യമങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നു. ജനാധിപത്യം അർത്ഥപൂർണമാകണമെങ്കിൽ വാർത്താമാധ്യമങ്ങൾ സജീവമാകണം. ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ്. പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളത്. ഇപ്പൊ എഡിഷനുകളാണ് കൂടുതലുള്ളത്. ഓരോ ജില്ലയിൽ തന്നെ 4, 5, 6 എഡിഷനുകൾ പത്രങ്ങൾക്കുള്ള കാലമാണ്. അപ്പൊ ആ എഡിഷനുകളിലൂടെയുള്ള വാർത്തകൾ കൂടുതൽ ജനങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഇന്ന് പത്രങ്ങൾ എല്ലാവരും വായിക്കുന്നില്ല, പക്ഷെ ഓൺലൈനിലുള്ള വാർത്തകൾ ആളുകൾ വായിക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവർ. അപ്പൊ അങ്ങനെ നമ്മുടെ കേരളം പ്രത്യേകിച്ചും വാർത്താ മാധ്യമങ്ങളുടെ കാര്യത്തിലും ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യത്തിലും എല്ലാം വളരെ സജീവമാണ്. എല്ലാവരുടെയും ലക്ഷ്യം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങൾ ആശ്രയിക്കുന്നത് മാധ്യമങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പൊതുജീവിതം നമുക്ക് അസാധ്യമാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെങ്കിൽ വളരെയേറെ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. എങ്കിലും അവരുടേതായ ദൗത്യം നിറവേറ്റാൻ അവരെപ്പോഴും മുന്നോട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. വാസ്തവത്തിൽ അവർക്ക് പരിരക്ഷ നൽകേണ്ടത് ആവശ്യമാണ്. പല പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കും വേണ്ടത്ര പരിരക്ഷ കിട്ടുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട്. വലിയ തോതിലുള്ള ശമ്പളമോ ആനുകൂല്യങ്ങളോ ഇല്ലാതെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് സർക്കാർ പ്രത്യേകിച്ച് പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഹരിപ്പാട് പ്രസ് ക്ലബിന് ആസ്ഥാന മന്ദിരം ഉണ്ടാകണം എന്നുള്ളത് ശ്രീ കൃഷ്ണൻ നായർ കുറെ കാലമായി പറയുന്ന കാര്യമാണ്. അപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, അതിന് അനുയോജ്യമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് ഒന്നിൽ ലീസിലോ അല്ലെങ്കിൽ പതിച്ചോ എടുക്കാൻ നമുക്ക് കഴിയും. ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു, അത് നോക്കാം. അല്ലാതെ കുറച്ചുകൂടി ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഒരു ക്ഷേമനിധി വേണമെന്നുള്ള ആവശ്യം പണ്ടോട്ടേ ഉള്ളതാണ്. പ്രാദേശിക പത്രപ്രവർത്തകരുടെ സംസ്ഥാന സമ്മേളനത്തിലും അവരാവശ്യം ഉന്നയിച്ചതാണ്. പക്ഷെ അത് എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളത് നമുക്ക് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതായാലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം. പ്രസ് ക്ലബ് പ്രസിഡന്റ് എം കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OM ഗഫൂർ, ട്രഷറർ അനിൽ G മുതുകുളം, സജീവ് സേനൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് അംഗങ്ങൾ ചേർന്ന് മന്ത്രിക്ക് ഉപഹാരം സമ്മാനിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.